താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടറിന്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ വായിക്കേണ്ടായ മറ്റൊരു കാര്യം ഈ മാനസിക രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്. അപ്പൊ ഇത്തരം മരുന്നുകൾ കൊടുക്കേണ്ടതില്ല, അത് ബ്രെയിനിന് ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു മന്ദത വരുത്തല്ലാതെ മറ്റ് പ്രയോജനം ഒന്നും ഇല്ല എന്ന് വായിക്കേണ്ടായി. അപ്പൊ അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? അമേരിക്കയിലെ ഒരു വലിയ സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ അമേരിക്കയിൽ വിളിക്കപ്പെടുന്നത് സൈക്യാട്രിയുടെ മനസാക്ഷി എന്നാണ്. ദ കോൺഷ്യൻസ് ഓഫ് സൈക്യാട്രി, അമേരിക്കൻ സൈക്യാട്രി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ഡോക്ടർ, അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഡോക്ടർ പീറ്റർ ബ്രഗിൻ സൈക്യാട്രിസ്റ്റ് ആണ്, പക്ഷെ മനഃശാസ്ത്ര അപ്രോച്ചിന്റെ അപ്പോസ്തലനാണ്. വളരെ നല്ല മനഃശാസ്ത്ര അപ്രോച്ചിന് വേണ്ടിയും രോഗികൾക്ക് സ്നേഹം കൊടുക്കുന്നതിന് വേണ്ടി ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് തന്നെ പുള്ളിയെ വിളിക്കാം, അതുപോലത്തെ ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം, ഡോക്ടറിന്റെ പേര് ഡോക്ടർ പീറ്റർ ബ്രഗിൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ടോക്സിക് സൈക്യാട്രി. ഏറ്റവും കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. മനോരോഗ ചികിത്സാ രംഗത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉയർത്തിവിട്ട ഒരു ബുക്കാണ്. അദ്ദേഹത്തിന്റെ സബ്ജക്റ്റിനെ പറ്റി തന്നെ അദ്ദേഹം ടോക്സിക് സൈക്യാട്രി, വിഷ സൈക്യാട്രി എന്ന് വിളിച്ചുകൊണ്ട് വിമർശിച്ചു. എന്താ വിളിച്ചതിന് കാരണം? എന്നിട്ട് അദ്ദേഹം അതിന്റെ കൂടെ ആ പുസ്തകത്തിന്റെ കവറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ടോക്സിക് സൈക്യാട്രി എന്ന് പറയുന്നതിന്റെ കൂടെ വൈ തെറാപ്പി, എംപതി ആൻഡ് ലവ് മസ്റ്റ് റീപ്ലേസ് ദ ഡ്രഗ്സ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മരുന്നിനും ഷോക്കിനും പകരം എന്തുകൊണ്ട് മനഃശാസ്ത്ര ചികിത്സയും സ്നേഹവും എമ്പതിയും കൊടുക്കണം എന്നതാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോൾ, ഈ മരുന്നിനെ ബ്രെയിൻ ഡിസേബിളിംഗ് ഡ്രഗ്സ് എന്ന് ആദ്യം വിളിച്ചത് ഡോക്ടർ ബ്രഗിനാണ്. ശരി, നമുക്ക് അതിലേക്ക് വരാൻ ഒരു കോൾ ഉണ്ട്. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? കുറച്ച് സംസാരിക്കാമോ മാം? ഹലോ, പറഞ്ഞോളൂ. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടറെ സംസാരിച്ചോളൂ സാർ. കൊല്ലത്തുനിന്ന് രാജുവാണ് സംസാരിക്കുന്നത്. സാറേ, എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ടാബ്ലറ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. റിസ്റ്റോൺ 3 mg മാനസിക രോഗത്തിന്റെ ഒരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ 3-3.5 വർഷമായിട്ട് ഇത് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് തുടർന്ന് കഴിക്കണോ എന്നറിയാം. എന്തായിരുന്നു വിഷമം കൂടെ എന്നോട് ചുരുക്കമായി പറയാമോ? സാറേ, എനിക്ക് 3-3.5 വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ ഈ സ്വയമായിട്ട് ഞാൻ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് നടക്കുക, വീട്ടില് ദേഷ്യപ്പെടുക, അങ്ങനെ പിന്നെ ഓരോരോ അസുഖങ്ങള് ഇങ്ങനെ, അസുഖമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ നടക്കുക. ഒരേ ചിന്ത ആവർത്തിച്ച് വരുന്നതാണോ അതോ? അല്ലല്ല, ആവർത്തിച്ചല്ല, അങ്ങനെയല്ല ഇത് വന്നത്. അപ്പോ വീട്ടിലെ വൈഫുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല കുടുംബജീവിതം ഇങ്ങനെ പുലർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ മനസ്സിനകത്ത് എന്തൊക്കെയോ ചിന്തകൾ വന്നിട്ട് അത് വീട്ടിലിങ്ങനെ പല സംശയങ്ങളുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. എങ്ങനെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലിങ്ങനെ നമ്മള് തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ നമുക്ക് എന്തോ ഒരു ടെൻഷൻ ആവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായി. എന്നിട്ട് പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ആ ടെൻഷൻ കൂടി പിന്നെ ഞാൻ പോയിസൺ കഴിച്ച്. അപ്പോൾ അത് പിന്നെ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെന്റിലായി. അങ്ങനെ അവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് എനിക്ക് മരുന്ന് തന്നോണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെ മനോരോഗ ഡോക്ടറെ കാണിച്ചപ്പോ ട്രീറ്റ്മെന്റിൽ ഇപ്പൊ ഇങ്ങനെ 3 വർഷമായിട്ട് ഈ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും ഒന്നും എടുത്തില്ലയോ? ഇല്ല, അതൊന്നും എടുത്തതൊന്നുമില്ല. അതെടുക്കണം കേട്ടോ. ആ മരുന്ന് തരുന്നത് ഡോക്ടർ തന്നിരിക്കുന്നത് ഇനി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ മരുന്ന് തന്നേക്കുന്നത് തൽക്കാലത്തേക്ക് സപ്രസ് ചെയ്യാൻ വേണ്ടി തരുന്ന മരുന്നാണ്. അത് കഴിക്കാതിരിക്കണ്ട, ഇപ്പൊ നിർത്തണ്ട. പക്ഷെ ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടിട്ടേ താങ്കളുടെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പെട്ടെന്ന് പോയി ആ മനപ്രയാസം വരുമ്പോ, ജീവിത പ്രശ്നം നമുക്ക് വരുമ്പോ അതിനെ കൈകാര്യം ചെയ്യാൻ ധൈര്യമില്ലാതെ വരുമ്പോഴാണല്ലോ നമ്മൾ പോയിസൺ എടുത്ത് കഴിക്കുന്നത്. അപ്പൊ പെട്ടെന്നപ്പോ അതിനെ നേരിടാൻ വയ്യാതെ വരുന്ന ഒരു മാനസിക സംഘർഷത്തെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു പരിശീലനമുണ്ട്. അതിനാണ് നമ്മൾ സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞത്. അത് എടുക്കണം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ. സാറേ, ഈ മരുന്നേ ഞാനിപ്പോ 3 വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നെങ്കിലും ആദ്യം 1 മാസമായിരുന്നു, പിന്നെ 2 മാസമാക്കി, ഇപ്പൊ 3 മാസമാക്കി, ഇപ്പൊ 4 മാസം കൂടുമ്പോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 4 മാസമായി. ഇനിയിപ്പോ എനിക്ക് ഈ മാസം പോകേണ്ടതാണ്. അപ്പൊ ഇപ്പൊ ഡോക്ടറെ ഇങ്ങനെ പരിപാടി ഇപ്പൊ കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം സൈക്കോതെറാപ്പിയും കൂടെ ചെയ്യണം. സൈക്കോതെറാപ്പി മനഃശാസ്ത്രപരമായ ചികിത്സ എടുക്കണം. അങ്ങനെ എടുത്ത് ടെൻഷനൊക്കെ കുറയ്ക്കാനുള്ള പരിശീലനങ്ങള്, പിന്നെ ഈ ദുഃഖം വരുമ്പോൾ അത് താങ്ങാനുള്ള സ്ട്രെസ് ടോളറൻസിനുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഒക്കെ ചെയ്യണം. സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണല്ലോ നമ്മള് പെട്ടെന്ന് പോയി പോയിസൺ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതല്ലല്ലോ പരിഹാരം. സൈക്കോതെറാപ്പി ചെയ്യണം. കാരണം ആത്മഹത്യ ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ പോയിസൺ എടുക്കുന്നു. സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് നിന്ന് അതിനേക്കാളും വേറൊരു പോയിസൺ വാങ്ങിച്ചു പിന്നെ നിന്നുകൊണ്ടിരിക്കുന്നു. രണ്ടും ഫലത്തില്
നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും. സൈക്യാട്രിസ്റ്റിന്റെ മരുന്ന് കഴിച്ചാലും ആ മരുന്ന് അത്ര നല്ല മരുന്നുകളല്ലെന്ന് നമുക്കറിയാം. അപ്പൊ ആ മരുന്നുകൾ ഇങ്ങനെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ചെറിയ ഇഞ്ചിഞ്ചായിട്ടുള്ള ആത്മഹത്യയല്ലേ അത്. അതുകൊണ്ട് അങ്ങനെ സ്ഥിരമായി കഴിക്കാനുള്ളതല്ല ആ മരുന്ന് എന്റെ അഭിപ്രായത്തിൽ. കാരണം പോയിസൺ കഴിക്കുന്നത് ശരിയല്ല, പക്ഷെ ജീവിത പ്രശ്നം വരുമ്പോൾ പോയിസൺ കഴിക്കാതെ അതിനെ എങ്ങനെ നേരിടണം എന്ന് ഉള്ള കോച്ചിങ് ഉണ്ട്. അത് നല്ലപോലെ നമുക്കത് ചെയ്യണം. അതിനാണ് ബിഹേവിയർ തെറാപ്പി എന്നും സൈക്കോ തെറാപ്പി എന്നൊക്കെ ഉള്ള വാക്കുകൊണ്ട്. അപ്പൊ അതെടുക്കാനായിട്ട് ഒരു മനഃശാസ്ത്രനെ കാണണം കേട്ടോ. എന്നിട്ട് മാത്രമേ മരുന്ന് മാറ്റാവോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. പെട്ടെന്ന് കയറി മരുന്ന് നിർത്തരുത്. ഓക്കെ ഓക്കെ പ്ലീസ്. താങ്ക് യു സർ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ ഇപ്പൊ പറയണ്ടായി മനോരോഗത്തിനുള്ള മരുന്നുകൾ പോയിസൺ ആണെന്ന്. എന്താണ് ഡോക്ടർ ഈ പോയിസൺ എന്ന അത്രയും മാരകമായ ഒരു പദം അതിന് കൊടുക്കാനുള്ള? അല്ല, മാനസിക രോഗത്തിന് കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. തലച്ചോറിനകത്തേക്ക് ഒരു ശാസ്ത്രീയമായി പറഞ്ഞാൽ സൈക്കോ ആക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഈ മരുന്നുകൾ. അല്ലെങ്കിൽ അതെന്ത് മാറ്റം ഉണ്ടാക്കുന്നത്? വെറുതെ ഒരു ചോക്ലേറ്റ് കൊടുത്താൽ ഒരു മാറ്റവും വരില്ലല്ലോ. അപ്പം തലച്ചോറിനകത്തേക്ക് നമ്മുടെ ന്യൂറോ ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണത്. ബ്രെയിനകത്തേക്ക് ഒരു ന്യൂറോ ടോക്സിക് ഇഫക്റ്റ്, അതായത് വിഷം ചെല്ലുമ്പം നമ്മുടെ തലച്ചോറ് നമ്മുടെ തലച്ചോറിന്റെ അമിത പ്രതികരണവും എല്ലാം ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത് തൽക്കാലത്തേക്ക്. അപ്പം നമ്മുടെ തലച്ചോറിനകത്തേക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ കടത്തി അങ്ങോട്ട് വിടുമ്പം സാധാരണഗതിയിൽ ഒരു ടോക്സിസിറ്റി റീച്ച് ചെയ്യും. ഈ ടോക്സിക് ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് തെറാപ്യൂട്ടിക് ഇഫക്റ്റ്. അല്ലാതെ സൈക്യാട്രി മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളല്ല, അതിന് ടോക്സിക് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ മരുന്നുകൾ ചെല്ലുമ്പോൾ ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാകുന്നു, ഈ രോഗി അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഹാർഡ്വെയറിനെ അങ്ങ് സപ്രസ് ചെയ്യുന്ന ഒരു വലിയ കെമിക്കൽ അസോൾട്ട് ആണത്. ആ അസോൾട്ട് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. തീരെ നിവൃത്തിയില്ലാത്ത കണ്ടീഷൻസ് നമുക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ അത് കൊടുക്കുന്ന എത്ര നാൾ, ഒരു രോഗിയിൽ എത്ര നാൾ നമ്മൾ അനസ്തേഷ്യ കൊടുക്കും, എത്ര നാൾ ഒരു കെമിക്കൽ അസോൾട്ടിനുള്ള കെമിക്കൽസ് കൊടുക്കും എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. കുറെ നാൾ കൊടുത്തിട്ട് അത് മാറ്റിക്കൊണ്ട് അവരെ ആ ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള വ്യക്തിത്വ പരിശീലനം ഉണ്ടല്ലോ, അത് കൊടുക്കണം. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രഗ്സിനൊക്കെ ലവ്, എംപതി ഇതൊക്കെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ ബ്രഗിനെ പോലുള്ള സൈക്യാട്രിസ്റ്റുകൾ പോലും പറയുന്നത്. ലോകത്തുള്ള ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റാണ് ഡോക്ടർ ബ്രഗിൻ. അപ്പോൾ ഈ അങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുമ്പോൾ അത് എടിപിടി നല്ല ചെയ്യേണ്ടത്, അത് വിദഗ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞൻ ചെയ്യേണ്ട വിഷയമാണത്. എന്ന് വെച്ച് എമ്പതിയും ലവും കൊടുക്കണമെന്ന് പറഞ്ഞ് മരുന്ന് കയറി സഡനായിട്ട് നിർത്തുമ്പോൾ റിയാക്ഷൻ. അതുകൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശരിക്കും കേസ് പഠിച്ചിട്ട് പടിപടിയായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കേണ്ട കാര്യമല്ല. ഡോക്ടർ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. മെഡിറ്റാക്കൽ ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക്.